വെൽക്കം ടു ഫുഡ് ടാഗ്. മുംബൈ സ്പെഷ്യലായിട്ടുള്ള അഫ്ലാത്തൂൺ സ്വീറ്റാണ് ഇന്ന് കാണാൻ പോണത്. എന്താ ഈ സ്വീറ്റിനെ കുറിച്ച് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത് ഒരു പ്രാവശ്യം ഞാൻ ഉണ്ടാക്കി നോക്കിയ ശേഷം പിന്നെ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കലായിട്ടോ. അത്രയ്ക്ക് രസമുണ്ട് കഴിക്കാനായിട്ട്. പിന്നെ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ്. ഷോപ്പിലൊക്കെ ഇതിൻ്റെ വിലയും അതിനനുസരിച്ചാണ് ഉള്ളത്. മുംബൈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അല്ലാത്തവരാണെങ്കിൽ ഒരു വഴിയില്ല കേട്ടോ അത് കഴിക്കാനായിട്ട്. നമ്മുടെ നാട്ടിലത് കിട്ടുമെന്ന് തോന്നണില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇപ്പോൾ വീഡിയോയിലേക്ക് കിടക്കണേ മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ആദ്യം തന്നെ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് ആവശ്യം വരും. ഏത് കപ്പിലാണോ നിങ്ങൾ മെഷർ ചെയ്യണേ അതിൽ വേണം എല്ലാം അളന്നെടുക്കാനായിട്ട്. അതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് വെള്ള റവ ചേർത്ത് കൊടുക്കുക. വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും ചേർക്കാം. പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഈ സ്വീറ്റ് കഴിയണയിടം വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഫ്ലെയിം ഒരിക്കലും കൂട്ടി കൊടുക്കരുത് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് റവ നന്നായിട്ട് റോസ്റ്റായിട്ട് കളറ് ചെറുതായിട്ട് മാറി വരണം. ഒരുപാട് കളറ് ബ്രൗൺ ആയിട്ട് വരണ്ട, ഒരു ഗോൾഡൻ കളറിലാവണ വരെ നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അഫ്ലാത്തൂണിൻ്റെ മെഷർമെൻറ്റ്സ് ഓർത്തെടുക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇങ്ങനെ നെയ്യിൽ കിടന്ന് റവ റോസ്റ്റ് ആവാനായിട്ട് ഒരു 10-15 മിനിറ്റ് എടുക്കും കേട്ടോ. കാരണം നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണല്ലോ ഇത് ചെയ്യണത്. കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണം. അപ്പോൾ കണ്ടോ, റവ നന്നായിട്ട് റോസ്റ്റായി കളറ് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പിന്നെ 2 കപ്പ് പാൽപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ വീണ്ടും നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോ ഫ്ലെയിമിലിടണം. വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്താം കേട്ടോ, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോയി ആ സ്വീറ്റിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ടേസ്റ്റ് നഷ്ടപ്പെടും. അതിന് വേണ്ടിയിട്ടാണ് വീണ്ടും പറയണത്. കൈവിടാതെ ഇളക്കുകയും വേണം. പഞ്ചസാരയുടെ കളറൊക്കെ മാറി നല്ല കാരമൽ കളറാവണ വരെ റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഓരോ സ്റ്റേജസ് കഴിയും തോറും ഇതിൻ്റെ ടെക്സ്ചറിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുമെന്ന് വിചാരിക്കണു. അപ്പോൾ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്ലെസ് കോവ. ഇത് 1 കപ്പ് തന്നെയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ സ്വീറ്റ്ലെസ് കോവയുടെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കോവയുടെ ഒപ്പം തന്നെ 2 കപ്പ് പാലും ചേർത്ത് കൊടുക്കണം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ കോവയൊക്കെ ഈ ഇതിൽ കിടന്ന് ഈ ചൂടിൽ അലിഞ്ഞ് ഇതിനോടൊപ്പം നന്നായിട്ട് ചേർന്ന് കിട്ടും. ഇൻസ്റ്റൻ്റായിട്ട് പാൽപ്പൊടി കൊണ്ടുള്ള ഒരു കോവ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷേ അത് ഞാൻ ഇതിലേക്ക് റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇതിൽ പാൽപ്പൊടി ചേർക്കേണ്ട, വീണ്ടും പാൽപ്പൊടിയുടെ തന്നെ കോവ ചേർക്കുകയാണെങ്കിൽ പിന്നെ അതിൽ കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ പാല് വറ്റിച്ചെടുത്ത് ഉണ്ടാക്കിയ കോവയിൽ തന്നെ വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. കോവ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് സമയം എടുക്കുന്ന പ്രോസസ്സാണല്ലോ. അപ്പോൾ അത് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മിൽമയുടെ മെയിനായിട്ടുള്ള ഔട്ട്ലെറ്റിലൊക്കെ കിട്ടുന്നതാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ മിൽക്കി മിസ്റ്റിൻ്റെ സ്വീറ്റ്ലെസ് കോവയൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. ഒന്ന് നിങ്ങളുടെ അടുത്തുള്ള ഷോപ്സിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുകയാണ്. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. പിന്നെ ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ നട്ട്സ് പൊടിച്ചതും കൂടെ ചേർക്കുകയാണ്. നട്ട്സ് പൊടിച്ചത് ഓപ്ഷണലാട്ടോ, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇട്ടിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പാനിന്ന് വിട്ട് വരുന്ന ഒരു സ്റ്റേജ് ആവണ വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച നെയ്യ് കൂടെ ചേർത്ത് വീണ്ടും ഒന്നും കൂടെ മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം.
പാൽപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കണത് കൊണ്ട് തന്നെ ഇതിൽ ഞാൻ 1 കപ്പ് പഞ്ചസാര ഇട്ടിരിക്കണത്. ഞങ്ങൾക്ക് ഈ ഒരു മധുരം കറക്റ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് പോരെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം, ഒരു 1.25 കപ്പ് വരെയൊക്കെ ചേർക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് ചേർക്കേണ്ടത്. അപ്പോൾ അതാ കണ്ടോ, നന്നായിട്ട് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിനി മാറ്റേണ്ടത്. അപ്പോൾ ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. കണ്ടോ, ഇതാണ് ടെക്സ്ചർ. ഇതുണ്ടാക്കുന്ന സമയമുണ്ടല്ലോ വീട് നല്ല മണമായിരിക്കും. കാരണം എല്ലാം റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഇതിൽ ചേർക്കണത്. 2 ടിന്നിലായിട്ടാണ് ഞാൻ ആ സ്വീറ്റ് സ്പ്രെഡ് ചെയ്തത്. നന്നായിട്ട് ആറിക്കഴിഞ്ഞ ശേഷം മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ. വീട്ടിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ അതാ കണ്ടില്ലേ, നല്ല എന്താ പറയുക, നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ലാത്തൂൺ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ, എനിക്ക് വേണ്ടിയെങ്കിലും. അത്രയ്ക്ക് രസമുണ്ട് കഴിക്കാനായിട്ട്. സ്വീറ്റ് തൊടുമ്പോൾ തന്നെ പൊട്ടിപ്പോണ ഒരു അവസ്ഥയിലാണുള്ളത്. അത്രയ്ക്ക് സോഫ്റ്റാണ്. വായിലിട്ടാൽ അലിഞ്ഞിങ്ങനെ പൊക്കോളൂ കേട്ടോ, ചവയ്ക്കേണ്ട ആവശ്യമില്ല. ഗസ്റ്റൊക്കെ വരണ സമയത്തുണ്ടല്ലോ ഈ സ്വീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അവരെ ഞെട്ടിക്കുക കേട്ടോ. ഇതെന്താ സംഭവം എന്ന് പോലും അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ പിന്നെ നല്ല വിശേഷ അവസരങ്ങളിൽ ഫെസ്റ്റിവൽസിലൊക്കെ ഉണ്ടാക്കാൻ പറ്റും. റമദാൻ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്വീറ്റാണ് അഫ്ലാത്തൂൺ കേട്ടോ. ഈ റെസിപ്പിയെക്കുറിച്ച് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റിലൂടെ ചോദിക്കാം. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് എന്തായാലും ചെയ്യണം കേട്ടോ. പിന്നെ ഫ്രണ്ട്സ് ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഡെയിലി 5 മണിക്കാണ് വീഡിയോ അപ്ലോഡ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.